പ്രധാനമന്ത്രി എത്തുമ്പോൾ വികസനത്തെക്കുറിച്ച് ചിന്തിച്ചു ചർച്ച ചെയ്യൂ എന്നാണ് BJP പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആഘോഷത്തോടു കൂടിയാണ് BJP പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത്. അണികൾ വലിയ ആവേശത്തിമിർപ്പിൽ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. വാദ്യവൃന്ദങ്ങളോടുകൂടിയിട്ടുള്ള ഒരു സ്വീകരണം ആണ് ഇപ്പോൾ BJPക്ക് ഒരുക്കുന്നത് എന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. BJP പ്രവർത്തകർ വലിയ ആവേശത്തിമിർപ്പിലാണ്. ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, ഇതാ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഗതാഗത ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? സമയക്രമം എപ്രകാരമാണ്? അഭിലാഷ് 10:24 തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വിമാനം ലാൻഡ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിന് അല്പസമയത്തിനകം ഇവിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. അവിടെ നിന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് ഏതാണ്ടൊരു 5-10 മിനിറ്റിനകത്ത് പുറത്തേക്ക് വരും. വാഹനവ്യൂഹം കടന്നു പോകുന്ന വഴിയിൽ ഗതാഗതം ഇപ്പോൾ മുതൽ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ഇനി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തുന്നതുവരെ ഗതാഗതം ഏറെക്കുറെ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിരിക്കും. അവിടെ കൃത്യമായി ഈ വാഹനവ്യൂഹം കടന്നു പോകുന്നത് ശംഖുമുഖം ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചാക്കയിൽ നിന്ന് ജനറൽ ആശുപത്രി വഴി നഗരഹൃദയത്തിലേക്ക് എത്തുന്ന തരത്തിലാണ് ക്രമീകരണം സജ്ജമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ കാണുന്നതിനായി പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും റോഡിന് ഇരുവശവും ബാരിക്കേഡ് തീർത്തുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. പക്ഷേ വാഹനങ്ങൾ റോഡിന് ഇരുവശവും പാർക്ക് ചെയ്യാൻ അനുവദിക്കുകയില്ല. അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നവരെ ആ നിയന്ത്രണങ്ങൾ അങ്ങനെ തന്നെ തുടരും. പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് ഓവർ ബ്രിഡ്ജിന് സമീപത്ത് നിന്ന് റോഡ് ഷോ ആയിരിക്കും പ്രധാനമന്ത്രി എത്തുക. അവിടെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. സംസ്ഥാന നേതാക്കളടക്കമുള്ളവർ ഉണ്ടാകും. പോലീസിൻ്റെ സുരക്ഷാ വാഹനങ്ങൾ, പൈലറ്റ് വാഹനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അല്പസമയത്തിനകം സ്റ്റേറ്റിൻ്റെ ഔദ്യോഗികമായ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരും. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുറത്തേക്ക് ഇറങ്ങുന്നത് അല്പസമയത്തിനകം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതേസമയം നഗരത്തിൽ വലിയ ആഘോഷങ്ങൾ ആണ് നടക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെണ്ടമേളം ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന വഴികളിൽ എല്ലാം BJP പ്രവർത്തകരുടെ നീണ്ട നിര നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ BJP പതാകകൾ ഏന്തിക്കൊണ്ട് BJP എന്ന് ആലേഖനം ചെയ്ത തൊപ്പികൾ അണിഞ്ഞുകൊണ്ട് ഷാൾ ധരിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. വലിയ തോതിൽ ഉള്ള ജനസഞ്ചയം എന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുള്ള വാഹനത്തിൽ ആയിരിക്കും പ്രധാനമന്ത്രി പുത്തരിക്കണ്ട മൈതാനത്തിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രിക്ക് കേന്ദ്ര സേനയോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് സേനയും ആണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വലിയ ഗതാഗത നിയന്ത്രണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണി വരെ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ തലസ്ഥാന നഗരിയിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇതാ നമുക്ക് ദൃശ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.